ഹ്യൂജ് കസ്റ്റമർ ഓൺ ഡിമാൻഡിൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രൊഡക്റ്റ് വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത്. ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വൈറ്റ് ആൻഡ് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ബ്ലോക്ക് പ്രിൻസും അതിൻ്റെ കൂട്ടത്തിൽ ഹാൻഡ് വർക്ക്ഡ് പാച്ച് യോക്കുമാണ് വന്നിട്ടുള്ളത്. ഇതിനകത്ത് ഈ ഒരു പ്രിൻ്റാണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഫുള്ള് വന്നിട്ടുള്ളത്. ഇത് ബ്ലോക്ക് പ്രിൻ്റ് തന്നെയാണ്. ഇതങ്ങനെ കറുത്തു പോകുമോ ഫെയ്ഡായി പോകുമോ അങ്ങനെ ഒന്നും വരാറില്ല. നമുക്കിത് ആക്ച്വലി നേരത്തെ ഒന്ന് വന്നിട്ട് കസ്റ്റമേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൊടുത്തു തീർക്കാൻ പറ്റാത്തൊരു പ്രൊഡക്റ്റാണ്. അത്രയ്ക്ക് ഡിമാൻഡഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നമ്മുടെ ബോട്ടം മെറ്റീരിയൽ വരുന്നത് ഈ സെയിം കോമ്പിനേഷനിൽ വെർട്ടിക്കൽ പ്രിൻ്റ് വന്നിരിക്കുന്ന ബ്ലോക്ക് പ്രിൻ്റ് വന്നിരിക്കുന്ന പ്യുവർ കോട്ടൺ ഓഫ് വൈറ്റ് മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽ വെച്ചിട്ടാണ് യോക്കിൽ പാച്ച് കൊടുത്തിരിക്കുന്നത്. പാച്ചിന് ചുറ്റും ഇങ്ങനെ ഒരു ബേജ് ഷെയ്ഡിലുള്ള ലേസ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ത്രെഡിൻ്റെ ഹാൻഡ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും പോയിട്ടുണ്ട്. ഫ്രഞ്ച് നോട്ട്സ് ഇങ്ങനെ ഈ പാച്ചിൽ ഓൾ ഓവർ കൊടുത്തിട്ടുണ്ട്. മിറർ വർക്കും പോകുന്നുണ്ട്. ബേജാണ് കോമ്പിനേഷൻ വന്നിട്ടുള്ളത്. ബാക്ക് സൈഡിൽ ഈ സെയിം പ്രിൻ്റ് തന്നെ വന്നിരിക്കുന്നു. എന്നിട്ട് ദാമൻ പോർഷനിലേക്ക് വരുമ്പോഴത്തേക്കിനും സെയിം മെറ്റീരിയൽ വെച്ചിട്ട് തന്നെ ഹൊറിസോണ്ടൽ പാച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേളിൽ ഇവിടെ ലാഡർ ലേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ക്രോഷ്യോ ലേസും പോകുന്നു. ഇതിന് മിറർ വർക്കും പോകുന്നുണ്ട്. ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ ഷിഫോൺ ഫാബ്രിക്കിലാണ്. അതിനകത്ത് ആ ഒരു ഖടി പ്രിൻ്റ് എന്നാണ് ഈ പ്രിൻറ്റിന് പറയുന്നത്. ഗോൾഡൻ ബ്ലോക്ക് പ്രിൻറ്റിന് ഖടി പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. സൈഡിൽ ബോർഡറായിട്ടും ഖടി പ്രിൻ്റ് വരുന്നുണ്ട്. ബോട്ടം മെറ്റീരിയൽ വെച്ചിട്ടുള്ള പാച്ച് ബോർഡർ 4 സൈഡിലും കൊടുത്തിരിക്കുന്നു. ഈ സൽവാർ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് 2095 ആണ്. കൂടുതൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി നമുക്ക് മാനിക്യൂറിൽ ഡ്രേപ്പ് ചെയ്തിട്ടുണ്ട്. അത് നോക്കിയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് അതിൻ്റെ ഒരു ഐഡിയ കിട്ടും.